ഹായ് എവരി വൺ, നമ്മൾ ഇന്ന് എക്സസൈസ് 1.1 ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ? ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ വെച്ച് തുടങ്ങുന്ന ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളുടെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ജെ വെച്ച് തുടങ്ങുന്ന മാസങ്ങളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ജനുവരി, ജൂൺ, ജൂലൈ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യം പറയാനായിട്ട് പറയും ഏതൊക്കെ മാസങ്ങളാണ് ഈ കളക്ഷനിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെ മാസങ്ങളാണ് ഈ കളക്ഷനിൽ ഉൾപ്പെടാത്തത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ബിക്കോസ് വൺ ക്യാൻ ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫൈ എ മന്ത് ദാറ്റ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. Hence, this collection is a set. Next question, the collection of 10 most talented writers of India. ഇന്ത്യയിലെ മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സിൻ്റെ നെയിം എഴുതുന്ന ഒരു കളക്ഷൻ. അതെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എഴുതിയ ഒരു കളക്ഷൻ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ എഴുതുന്നത്. അപ്പോൾ അത് ഓരോ പേഴ്സണെ അനുസരിച്ച് അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു കളക്ഷൻ. അപ്പോൾ ഇതൊരു സെറ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് ദ ക്രൈറ്റീരിയ ടു ഡിറ്റർമിൻ എ റൈറ്റേഴ്സ് ടാലൻറ്റ് മേ ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അതർ. ദെർഫോർ ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 11 ബാറ്റ്സ്മാനിൻ്റെ പേര് എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യന് സിമിലർ ആണ്. ആൾക്ക് തോന്നിയിട്ടുള്ള 11 ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ്റെ പേര് എഴുതുമ്പോൾ മറ്റൊരാൾ ഇതേ നെയിം തന്നെ എഴുതണം എന്നില്ല. ഇത് ഓരോ പേഴ്സണിനെ അനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം: എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് ദ ക്രൈറ്റീരിയ ടു ഡിറ്റർമിൻ എ ബാറ്റ്സ്മാൻസ് ടാലൻറ്റ് മേ ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അതർ. ദെർഫോർ ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അതായത് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ് അല്ലേ? നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ ബോയ് ഈ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ബോയ് ഈ ക്ലാസ്സിലുള്ളതല്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് യു ക്യാൻ ഐഡൻറ്റിഫൈ എ ബോയ് ഹൂ ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ദെർഫോർ ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതായത് 100ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഈ ഒരു സെറ്റിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 102 ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ 10.5 എന്ന് പറയുന്ന നമ്പർ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്, അപ്പോൾ ഇത് ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100 ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് വൺ ക്യാൻ ഫൈൻഡ് എ നമ്പർ വിച്ച് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ദെർഫോർ ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയിട്ടുള്ള നോവൽസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലേ? കാരണം നമുക്കിവിടെ കൃത്യമായിട്ട് പറയാം മറ്റ് റൈറ്റേഴ്സിൻ്റെ ഒരു നോവലും ഇതിൽ ബിലോങ് ചെയ്യില്ല ഈ ഒരു കളക്ഷനിൽ. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് വൺ ക്യാൻ ഫൈൻഡ് any book which belongs to this collection. Next question, the collection of all even integers. അപ്പോൾ ഈവൺ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ ഒരു സെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും, ഏതൊക്കെ നമ്പേഴ്സ് വരും? 1, 2, 3, 4 അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇൻറ്റീജേഴ്സിൽ. 0 ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്സുകളും ഉൾപ്പെടുന്നുണ്ട്. അതായത് -1, -2, -3 അങ്ങനെയുള്ള ഒരു കളക്ഷനാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. അപ്പോൾ
ഇതിൽ നമ്മൾ ഈവൺ ഇൻറ്റീജേഴ്സിനെ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവൺ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? 2, 4, 6, 8 അങ്ങനെ വരും. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഈവൺ ഇൻറ്റീജേഴ്സും വരും. അപ്പം അങ്ങനെ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയും ഇതിൽ 3 എന്ന് പറയുന്ന നമ്പർ ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ 7 ഡസൻ ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലേ? അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻറ്റീജേഴ്സ് ഈസ് എ സെറ്റ്. അതിൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻറ്റീജേഴ്സ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് വൺ ക്യാൻ ഫൈൻഡ് ആൻ ഇൻറ്റീജർ വിച്ച് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ദെർഫോർ ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അതായത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് സെറ്റാണ് അല്ലേ? നമുക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് പറയാം ആ ഒരു ക്വസ്റ്റ്യൻ ഈ കളക്ഷനിൽ ഉൾപ്പെടില്ല എന്ന്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആസ് വൺ ക്യാൻ ഫൈൻഡ് വിച്ച് ബിലോങ്സ് ടു ദിസ് ചാപ്റ്റർ. ഫോർ ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദി വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓരോ വ്യക്തികൾക്കും അവർക്ക് പല മാനദണ്ഡങ്ങളുണ്ടായിരിക്കും ഒരു അനിമൽ അത് ഡേഞ്ചർ ആണോ അല്ലേ എന്ന് തീരുമാനിക്കാനായിട്ട്. അത് ഓരോ വ്യക്തിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ലിസാർഡ് വരെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമലാണ്. അപ്പം ഇത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആവില്ല. അപ്പോൾ ഇതൊരു സെറ്റല്ല. ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദ വേൾഡ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ as the criteria to find the dangerousness of an animal can differ from one person to other. Therefore, this collection is not a set. Second question, let A is equal to set 1, 2, 3, 4, 5, 6. Insert the appropriate symbol belongs to or doesn't belongs to in the blank spaces. അതായത് നമുക്കിവിടെ സെറ്റ് എ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഈ സെറ്റ് എയിൽ ബിലോങ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സിമ്പൽ ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5. 5 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിൽ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 5 ബിലോങ്സ് ടു എ. ബിലോങ്സ് ടുവിൻ്റെ സിമ്പിൾ ഏതാ? ഇത് 5 ബിലോങ്സ് ടു എ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. 8 എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഇല്ലാത്തൊരു നമ്പറാണ്. അപ്പോൾ 8 ഡസൻ ബിലോങ്സ് ടു എ. 0 ഈ സെറ്റിലില്ല. അപ്പോൾ 0 ഡസൻ ബിലോങ്സ് ടു എ. 4 ഈ സെറ്റിലുണ്ട്. അപ്പോൾ 4 ബിലോങ്സ് ടു എ. 2 ഈ സെറ്റിലുണ്ട്. 2 ബിലോങ്സ് ടു എ. 10 ഈ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ 10 ഡസൻ ബിലോങ്സ് ടു എ. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോവിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഫസ്റ്റ് വൺ, a equal to set of all x such that x is an integer and -3 less than or equal to x less than 7. ഇവിടെ എക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, എക്സ് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് -3 എന്ന് പറയുന്നത് വാല്യൂ എടുക്കുന്നുണ്ട്, അതിനേക്കാൾ വലിയ വാല്യൂസും എക്സ് എടുക്കുന്നു. ലെസ് ദാൻ 7, അതായത് 7ന് താഴെയുള്ള -3യും അതിന് മുകളിലുള്ള വാല്യൂസുമാണ് എക്സ് എടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് എക്സ് എടുക്കുന്ന വാല്യൂസ് വരുന്നത്? -3, -2, -1, 0, 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റിൻ്റെ റോസ്റ്റർ ഫോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, b equal to set of all x such that x is a natural number less than 6. അതായത് ഇവിടെ എക്സിൻ്റെ പ്രത്യേകത, എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, ലെസ് ദാൻ 6. 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് എക്സ്. അപ്പോൾ ഏതാണ് ആ സെറ്റ് വരുന്നത്? സെറ്റ് ബി is equal to നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 1, 2, 3, 4, 5 ലെസ് ദാൻ 6 വരെയുള്ള നമ്പേഴ്സാണ് എക്സ് എടുക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. സി ഈക്വൽ ടു തേർഡ് വൺ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദി സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അതായത് ഇവിടെ സി എന്ന് പറയുന്ന സെറ്റിൻ്റെ പ്രത്യേകത, അതിലുള്ള എലമെൻറ്റ്സ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സാണ്, അതായത് 2 അക്ക സംഖ്യകളാണ്.
ആ രണ്ടക്ക സംഖ്യകളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുക എത്ര കിട്ടണം? 8 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് സി. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സാണ് വരിക? നമുക്ക് നോക്കാം. 17 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാകും. കാരണം 1ൻ്റെയും 7ൻ്റെയും തുക 1 + 7 ദാറ്റ് ഈസ് 8. ദെൻ 26 ഇവിടെ 26ൽ 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. ദെൻ 35 ഇവിടെ 3 + 5 8 35 വരും. പിന്നെ 45 ഈ സെറ്റിലുണ്ടാവും. 53 വരും. 62 വരും. 71 വരും. 80. ഇതൊക്കെയാണ് ഈ സി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. അതായത് 60യുടെ ഡിവൈസേഴ്സ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഡി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കാം. ആദ്യം നമ്മൾ 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താ? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 × 2 × 3 × 5. അപ്പോൾ 60യുടെ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് 2, 3 and 5 ആണ്. അപ്പോൾ ഇതിനെ ഡി എന്ന് പറയുന്ന സെറ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 2, 3, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗോണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കാം. ടി, ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് ലെറ്റർ ടി, കോമ സെക്കൻഡ് ലെറ്റർ ആർ, ഐ, ജി, ഒ, എൻ. ഒ ഓൾറെഡി, ദെൻ നമുക്ക് ഈ ഒരു ഒ വരുന്നുണ്ട്. ഒ ഓൾറെഡി നമ്മൾ ഒരു വട്ടം എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എം, ഇ, ടി ഒരു വട്ടം നമ്മൾ എഴുതിയിട്ടുണ്ട്. ആർ ഒരു വട്ടം എഴുതിയിട്ടുണ്ട്. സോ ദെൻ വൈ. അപ്പോൾ ഇതാണ് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ആ വേർഡിലെ ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അതായത് ബെറ്റർ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫിനെ എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കാം. എഫ് ഈക്വൽ ടു ബെറ്ററിലെ ഫസ്റ്റ് ലെറ്റർ ബി, സെക്കൻഡ് ലെറ്റർ ഇ, തേർഡ് ലെറ്റർ ടി, ദെൻ ഫോർത്ത് ലെറ്റർ നമ്മൾ ഓൾറെഡി ടി ഒരു വട്ടം എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇവിടെ ഇ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വട്ടം നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആർ. അപ്പോൾ ഇതാണ് എഫ് എന്ന് പറയുന്ന സെറ്റിൻ്റെ റോസ്റ്റർ ഫോം.